ക്ഷീര കർഷകർക്ക് വേനൽക്കാല ഇൻസെന്റീവ് പ്രഖ്യാപിച്ച് മിൽമ. 8 രൂപയാണ് 1 ലിറ്റർ പാലിന് ഇൻസെന്റീവായി കർഷകർക്ക് നൽകുന്നത്. കാലിത്തീറ്റയ്ക്ക് 300 രൂപ സബ്സിഡിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ത്രിതല പഞ്ചായത്തുകൾ നൽകുന്ന ഇൻസെന്റീവിന് പുറമെയാണ് മിൽമ സഹായം നൽകുന്നത്. വേനൽ ആരംഭിച്ചപ്പോൾ മുതൽ കന്നുകാലി വളർത്തലും പ്രതിസന്ധിയിലായി. തീറ്റപ്പുൽ ക്ഷാമമാണ് കർഷകരെ ഏറ്റവും കൂടുതൽ തളർത്തിയത്. വൈക്കോലിന് തമിഴ്നാട്ടിലുപരി വില ഉയർത്തിയതും പ്രതിസന്ധി സൃഷ്ടിച്ചു. പാൽ വില ഉയരുന്നതനുസരിച്ച് കന്നുകാലി തീറ്റയുടെ വില ഉയരുന്നതിനാൽ കന്നുകാലി പരിപാലനം വളരെയേറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പാൽ ഉൽപാദനവും 4-1 ചുരുങ്ങി. ഈ സാഹചര്യം കണക്കിലെടുത്താണ് ത്രിതല പഞ്ചായത്തുകൾ വേനൽക്കാല ഇൻസെന്റീവ് വിതരണം നടത്തിയത്. ഇതിനു പിന്നാലെയാണ് 1 ലിറ്റർ പാലിന് 8 രൂപ വീതം നൽകാൻ മിൽമ യോഗം ചേർന്ന് തീരുമാനിച്ചത്. വേനൽക്കാല ഇൻസെന്റീവായിട്ട് കൃത്യൊരു തുകയല്ല എങ്കിൽ പോലും ബോർഡ് കൂടുമ്പോൾ തീരുമാനിച്ച് നല്ലൊരു എമൗണ്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന 8 രൂപയുടെ അടുത്ത് കർഷകരിലേക്ക് കൊടുക്കാനും തീരുമാനമുണ്ട്. അതുപോലെ തന്നെ വേനൽക്കാലം പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് മിൽമയുടെ കാലിത്തീറ്റ ഗോമതി ഗോൾഡിന് 300 രൂപ സബ്സിഡി കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പം ഈ പഞ്ചായത്തുകളുടെ സബ്സിഡിയും 3 പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവരുടെ സബ്സിഡി എല്ലാം ഇപ്പം തന്നെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അതങ്ങനെ കർഷകരെ സഹായിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മിൽമയും മറ്റ് സ്ഥാപനങ്ങളും ആയിത്തീർന്നിട്ടുണ്ട്. കർഷകരിതിൽ നല്ലപോലെ പ്രയത്നിച്ച് പിടിച്ചു നിന്ന് തങ്ങളുടെ ഉപജീവനത്തിനായിട്ട് ഏറ്റവും നല്ലൊരു പരിപാടിയായിട്ട് ഈ പശുവളർത്തൽ കാണണമെന്നാണ് പറയാനുള്ളത്. കർഷകരെ കന്നുകാലി പരിപാലനത്തിൽ പിടിച്ചു നിർത്താനാണ് വാർഷിക പദ്ധതിയിൽ ത്രിതല പഞ്ചായത്തുകൾ ഫണ്ട് നീക്കിവെക്കുന്നത്. വേനൽക്കാലത്ത് പാലിന്റെ ഉൽപാദനം കുറയും. അപ്പോൾ കർഷകർക്ക് വരുമാനവും ഇല്ലാതെയാവും. ഈ സമയം ഇൻസെന്റീവ് കൊണ്ട് കന്നുകാലി പരിപാലനവും വീട്ടുചിലവും നടക്കും. മിൽമയുടെ കാലിത്തീറ്റയ്ക്ക് വേനൽക്കാലത്ത് 300 രൂപ സബ്സിഡി നൽകിയതും കർഷകർക്ക് അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.